നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ട്രാക്കിൽ റെയിലിന്റെ കഷ്ണം കണ്ടെത്തിയ സംഭവത്തിൽ പ്രതി റെയിൽവേ പോലീസിന്റെ പിടിയിൽ. പിടിയിലായത് തമിഴ്നാട് തിരുവണ്ണാമല സ്വദേശി 41 വയസ്സുള്ള ഹാരി. ട്രാക്കിൽ റെയിൽ കഷ്ണം വെച്ചത് ട്രെയിൻ പോകുമ്പോൾ 2 കഷ്ണമായാൽ എളുപ്പത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയെന്ന് പ്രതിയുടെ മൊഴി. ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയർഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിലുള്ള അനിശ്ചിതകാല സമരം തുടരുന്നു. സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് 2007 മുതലുള്ള ശമ്പള കുടിശ്ശിക അനുവദിക്കുക, UGCയുടെ 6ാം ശമ്പള പരിഷ്കരണം അപാകതകൾ ഉടൻ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച്. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നവരെ സമരം തുടരുമെന്നും നേതാക്കൾ. ലഹരിക്കെതിരെ പോരാട്ടം നടത്തുമെന്ന് പറയുന്ന സർക്കാർ എലപ്പുള്ളിയിൽ ബ്രൂവറി തുടങ്ങാൻ തീരുമാനിച്ചതിന് പിന്നിൽ ഇരട്ടത്താപ്പെന്ന് അസംബ്ലി ഓഫ് ക്രിസ്ത്യൻ ട്രസ്റ്റ് സർവീസ് ജനറൽ സെക്രട്ടറി ജോർജ് സെബാസ്റ്റ്യൻ. പുതിയ ഡിസ്റ്റിലറികൾ വേണ്ടെന്ന EK നായനാർ, VS അച്യുതാനന്ദൻ എന്നിവർ എടുത്ത തീരുമാനത്തിൽ വിരുദ്ധമായി എടുത്ത തീരുമാനം നിഗൂഢമെന്നും സെബാസ്റ്റ്യൻ. മദ്യക്കമ്പനിക്കെതിരായി ബഹുജന സമരം സംഘടിപ്പിക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ ജോർജ് സെബാസ്റ്റ്യൻ. വാർത്തകൾ വിശദമായി. തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ട്രാക്കിൽ റെയിലിന്റെ കഷ്ണം കണ്ടെത്തിയ സംഭവത്തിൽ പ്രതി പിടിയിൽ. തമിഴ്നാട് തിരുവണ്ണാമല സ്വദേശി 41 വയസ്സുള്ള ഹാരിയാണ് തൃശൂർ റെയിൽവേ പോലീസിന്റെ പിടിയിലായത്. റെയിൽ കഷ്ണം ട്രാക്കിൽ കൊണ്ടിട്ടത് ട്രെയിൻ കയറി പോകുമ്പോൾ 2 കഷ്ണമായാൽ എളുപ്പത്തിൽ കൊണ്ടുപോകാമെന്ന കണക്കുകൂട്ടലിൽ. വ്യാഴാഴ്ച പുലർച്ചെ 5 മണിയോടെയായിരുന്നു സംഭവം. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ തെക്ക് ഭാഗത്ത് 1ാമത്തെ പ്ലാറ്റ്ഫോം അവസാനിക്കുന്നിടത്തു നിന്നും 100 മീറ്റർ മാറിയാണ് റെയിലിന്റെ കഷണം ട്രാക്കിൽ കിടന്നിരുന്നത്. തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയ ഗൂഡ്സ് ട്രെയിൻ റെയിലിന്റെ കഷണം തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ അട്ടിമറി ശ്രമം ആണെന്ന കണക്കുകൂട്ടലിലായിരുന്നു റെയിൽവേ പോലീസ്. ഒപ്പം മോഷണ ശ്രമവും തള്ളിക്കളഞ്ഞിരുന്നില്ല. റെയിലിന്റെ കഷണം ഒരു ട്രാക്കിലേക്ക് മാത്രം ചാരിവച്ചതിനാൽ ആണ് വൻ ദുരന്തം ഒഴിവായത്. മദ്യലഹരിയിലായിരുന്നു പ്രതി കൃത്യം നടത്തിയത്. റെയിൽ കഷണം ട്രാക്കിൽ കൊണ്ടിട്ടത് ട്രെയിൻ കയറിപ്പോകുമ്പോൾ 2 കഷണമായാൽ എളുപ്പത്തിൽ കൊണ്ടുപോകാമെന്ന കണക്കുകൂട്ടലിലായിരുന്നുവെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. പ്രതി ഹരി കുറച്ച് ദിവസങ്ങളായി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കറങ്ങി നടന്നിരുന്നത് RPFന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതോടെ RPF ഹരിയുടെ ഫോട്ടോയും എടുത്ത് സൂക്ഷിച്ചിരുന്നു. ഇതാണ് സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത്. സംഭവം നടന്ന അധികം വൈകാതെ തന്നെ പോലീസ് ഹരിയെ പിടികൂടി ചോദ്യം ചെയ്തതോടെ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കലാമണ്ഡലം റിട്ടയർഡ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കലാമണ്ഡലത്തിന് മുന്നിൽ നടക്കുന്ന അനിശ്ചിതകാല സമരം തുടരുന്നു. രണ്ടാം ദിവസ സമരത്തിന്റെ ഉദ്ഘാടനം കലാമണ്ഡലം ഹൈമാവതി നിർവഹിച്ചു. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞങ്ങളിവിടെ പഠിപ്പിക്കുന്ന കാലത്ത് 13 വർഷം മുമ്പ് ഒക്കെയാണ് ഞാൻ ചേർന്നത്. 79-ലാണ് ഇവിടെ. ആ സമയത്തൊക്കെ ആ പ്രോഗ്രാമിന് പോവാന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ ഇന്നത്തെ കാലം പോലെയല്ല, വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. ട്രെയിനിന് ടിക്കറ്റൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടാവില്ല. ഞങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടി റെയിൽവേ സ്റ്റേഷനിലൊക്കെ വളരെ ബുദ്ധിമുട്ടി. റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇറക്കേണ്ടി വരും. ഞങ്ങൾക്ക് റൂമൊന്നും ഉണ്ടാവാറില്ല. അങ്ങനെ ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടാണ് പരിപാടികൾക്കൊക്കെ പോയി. ഇന്നത്തെ നിലയ്ക്ക് ഈ കലാപള്ളി ഇന്നത്തെ ആൾക്കാർക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവും തോന്നുന്നില്ല. പ്രോഗ്രാമിന് പോയാൽ പ്രൈവറ്റായിട്ട് പോയവർക്കും ഉണ്ടാവില്ല. പ്രായാധിക്യം വകവയ്ക്കാതെ ചെയ്ത ജോലിയുടെ ശമ്പളവും പെൻഷനും നേടിയെടുക്കാൻ വേണ്ടി കലാമണ്ഡലത്തിന് മുന്നിൽ കനത്ത ചൂട് സഹിച്ച് അനിശ്ചിതകാല സമരം നടത്തുകയാണ് ഫോറം കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയർഡ് ടീച്ചേഴ്സ്. കേരള കലാമണ്ഡലത്തെ 2017 ജൂൺ മുതൽ കൽപ്പിത സർവകലാശാലയാക്കി ഉയർത്തുകയും കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ കേരള സർക്കാർ അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കലാമണ്ഡലത്തിൽ 15 വർഷം സർവീസ് പൂർത്തിയാക്കിയ 33 അധ്യാപകരെ UGC പദ്ധതി കീഴിൽ ഉൾപ്പെടുത്തി UGC 5ാം ശമ്പള പരിഷ്കരണം 2012 മാർച്ച് മുതൽ അശാസ്ത്രീയമായി നടപ്പിലാക്കി. കേരളത്തിലെ മറ്റെല്ലാ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും 2006 പ്രാബല്യത്തോടെ 2019 UGCയുടെ 6ാം ശമ്പള പരിഷ്കരണം നൽകുകയും ചെയ്തു. 2007 ജൂൺ മുതലുള്ള ശമ്പള പെൻഷൻ ആനുകൂല്യങ്ങളും നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ഈ ശമ്പളവും പെൻഷനും ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി തവണ അധികൃതരെ കാണുകയും 2 തവണ കലാമണ്ഡലത്തിന് മുന്നിലും അകത്തുമായി സമരം നടത്തുകയും ചെയ്തു. MLA, മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് രേഖാമൂലം അപേക്ഷ നൽകിയിട്ടും യാതൊരു നടപടിയും കൈക്കൊള്ളുന്നില്ല. ഇന്ന് സമരത്തിനിറങ്ങുന്ന എല്ലാ അധ്യാപകരും 70 വയസ്സ് കഴിഞ്ഞവരാണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്താനാണ് ഉദ്ദേശിച്ചതെങ്കിലും പ്രായാധിക്യത്തെ തുടർന്നാണ് കലാമണ്ഡലത്തിന്റെ മുന്നിലാക്കിയത്. തങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതുവരെ ഏത് ത്യാഗം സഹിച്ചും മുന്നോട്ടു പോകുമെന്ന് യൂണിയൻ പ്രസിഡന്റ് കലാമണ്ഡലം M. ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി പ്രൊഫസർ കലാമണ്ഡലം S. ഗോപകുമാർ, മറ്റ് ഭാരവാഹികൾ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ലഹരിക്കെതിരെ പോരാട്ടം നടത്തുമെന്ന് പറയുന്ന സർക്കാർ എലപ്പുള്ളിയിൽ ബ്രൂവറി തുടങ്ങാൻ തീരുമാനിച്ചതിന് പിന്നിൽ ഇരട്ടത്താപ്പെന്ന് അസംബ്ലി ഓഫ് ക്രിസ്ത്യൻ ട്രസ്റ്റ് സർവീസ് ജനറൽ സെക്രട്ടറി ജോർജ് സെബാസ്റ്റ്യൻ. പുതിയ ഡിസ്റ്റിലറികൾ വേണ്ടെന്ന EK നായനാർ, VS അച്യുതാനന്ദൻ എന്നിവർ എടുത്ത തീരുമാനത്തിന് വിരുദ്ധമായി എടുക്കുന്ന തീരുമാനത്തിന് പിന്നിൽ നിഗൂഢതയെന്നും
ജോർജ് സെബാസ്റ്റ്യൻ. കേരളത്തിൽ മദ്യനിർമ്മാണശാലകൾ ആരംഭിക്കില്ലെന്നും മദ്യലഭ്യത കുറയ്ക്കുമെന്നുമുള്ള 2016 LDF പ്രകടന പത്രികയ്ക്ക് വിരുദ്ധമായാണ് LDF പ്രവർത്തിക്കുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും കുറയ്ക്കുവാൻ പടിപടിയായി നടപടികൾ സ്വീകരിക്കുന്നതാണ്. കൃത്യമായ പാരിസ്ഥിതിക പഠനം ബ്രൂവറിക്കായി നടത്തിയിട്ടില്ല. പാരിസ്ഥിതിക പഠന റിപ്പോർട്ടും DPRും സർക്കാർ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ലെന്ന ചോദ്യം അവശേഷിക്കുകയാണ്. അരി ഉപയോഗിച്ച് മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയിൽ പ്രതിദിനമുണ്ടാകുന്ന 20 ടൺ വേസ്റ്റ് എവിടെ നിക്ഷേപിക്കുമെന്നതിലും വ്യക്തതയില്ല. പട്ടയഭൂമിയുമായി ബന്ധപ്പെട്ട നിയമം ഉൾപ്പെടെ തുടക്കം മുതൽ എല്ലാവിധത്തിലും നിയമലംഘനം നടത്തിയിരിക്കുകയാണ്. എഥനോൾ ഉൽപ്പാദനം എന്നത് മറ മാത്രമാണ്. എലപ്പുള്ളിയെ മരുഭൂമിയാക്കുന്ന ബ്രൂവറി അനുവദിക്കില്ല. ബ്രൂവറിക്കെതിരായി നിൽക്കുന്ന മദ്യവർജന നിരോധന സാമൂഹിക സന്നദ്ധ സംഘടനകളെ അണിനിരത്തി സ്ഥാപനത്തിനെതിരെ മാർച്ച് 8 ബഹുജന സമരം സംഘടിപ്പിക്കുമെന്നും ജോർജ് സെബാസ്റ്റ്യൻ പറഞ്ഞു. മദ്യം മാത്രമല്ല ഇതിന്റെ വിഷയം. ഇപ്പോൾ ലഹരിക്കെതിരായ ഒരു പോരാട്ടം നടക്കുന്നത് ഈ ലഹരി എന്ന് പറയുന്നത് മദ്യം ലഹരിയല്ല. അപ്പോൾ ഈ ലഹരിക്കെതിരെ പോരാടുന്ന ആളുകളാണ് ഇവിടെ മദ്യം സുലഭമായി ലഭിക്കുന്ന മദ്യനിർമ്മാണശാല പറയുന്നത്. അത് പറയുന്നതിൽ നിർബന്ധമുണ്ട്. കഴിഞ്ഞ ദിവസം ഈ നാട്ടുകാരുടെ എക്സൈസ് മന്ത്രി പറഞ്ഞു ലഹരിക്കെതിരെയുള്ള പോരാട്ടം എന്ന് പറഞ്ഞാൽ എന്നിട്ടാണ് ഈ വെള്ളമില്ലാത്ത ഇലപ്പുള്ളിയിൽ ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പം അതിനൊരു യഥാർത്ഥമാണ്, ഒരു ആത്മാർത്ഥമില്ലാത്ത സംഗീതമാണ്. സമരസമിതി നേതാക്കളായ പുതുശ്ശേരി ശ്രീനിവാസൻ, കെ സുഭാഷ്, വി ശിവൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലക്കിടി മംഗലം പിലാക്കാട്ടുതൊടി SRVJB സ്കൂളിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം മതസൗഹാർദ്ദത്തിന്റെ വേദിയായി. രക്ഷിതാക്കൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, പ്രദേശവാസികൾ തുടങ്ങി ഒട്ടനവധി ആളുകൾ പങ്കെടുത്തു. സ്കൂളിലെ അധ്യാപകരായ ആമിന, ഹമീദ, റംസീന, രശ്മി, പ്രീതി, പ്രവീണ എന്നിവർ ഇഫ്താറിനോടനുബന്ധിച്ച് വ്രതവും അനുഷ്ഠിച്ചിരുന്നു. സ്കൂൾ അധ്യാപകരും PTA കമ്മിറ്റിയും പരിപാടികൾക്ക് നേതൃത്വം നൽകി. കാരക്ക, ശീതളപാനീയം, തണ്ണിമത്തൻ, സമോസ, നെയ്ച്ചോർ എന്നിവ നോമ്പ് തുറയ്ക്ക് ഒരുക്കിയിരുന്നു. നമസ്കാരത്തിനായി സ്കൂളിൽ പ്രത്യേക സൗകര്യമൊരുക്കി. പ്രഭാഷകൻ ബാങ്ക് വിളിച്ചതോടെ നോമ്പ് തുറ തുടങ്ങി. ഇതോടനുബന്ധിച്ച് നടന്ന ഇഫ്താർ സംഗമം അമ്പലപ്പാറ ജുമാ മസ്ജിദ് ഖത്തീബ് സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് ശാന്തി അധ്യക്ഷത വഹിച്ചു. വാർഡംഗം വിമല, BRC പ്രതിനിധി ചിത്ര, വി റഷീദ്, സ്കൂൾ മാനേജർ K ഉണ്ണികൃഷ്ണൻ, രാമചന്ദ്രൻ നായർ, K ഫൈസൽ, മുജിബുർ റഹ്മാൻ, സ്റ്റാഫ് പ്രതിനിധി ആമിന എന്നിവർ സംസാരിച്ചു. കർമ്മമാണ് പ്രധാന സ്ഥാനം. ഈ സ്കൂളിൽ എൻ്റെ അനുജന്മാരും അഞ്ചത്തിമാരും ഒക്കെ ഈ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഈ സ്കൂളിലെ അധ്യാപകർക്ക് ഇന്ന് നോമ്പാണ് എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. എല്ലാവരും ഒരേ മനസ്സോടുകൂടി നോമ്പെടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു നല്ല ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിന് ഏറ്റവും നല്ലൊരു മാതൃകയാണ് കാണിച്ചു കൊടുക്കുന്നത് എന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഈ പരിപാടി സന്ദേശവും അത് തന്നെയാണ്. സ്കൂൾ പ്രധാനാധ്യാപകൻ P കിരൺ ഗണേഷ് സ്വാഗതവും വി പ്രീതി നന്ദിയും പറഞ്ഞു. ഇഫ്താർ സംഗമത്തിന് നേതൃത്വം നൽകിയ സ്കൂൾ അധികൃതരെ പഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരി, വാർഡംഗം വിമല എന്നിവർ അഭിനന്ദിച്ചു. സമൂഹ പങ്കാളിത്തത്തോടെയാണ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത്. ഇഫ്താറിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും പ്രധാനാധ്യാപകൻ കിരൺ ഗണേഷ് നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. മികച്ച അംഗൻവാടി വർക്കർക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ധനലക്ഷ്മി മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ആദരിച്ചു. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ പറയങ്കോട് അംഗൻവാടിയിലെ വർക്കറാണ് ധനലക്ഷ്മി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S സനിത ഉപഹാരം നൽകിയാണ് ആദരിച്ചത്. കൊണ്ട് തന്നെ സൂചിപ്പിക്കുകയുണ്ടായി, കുറച്ചു കാലങ്ങളായിട്ട് പരിചയമുള്ള ഒരു ടീച്ചർ തന്നെയാണ് നമ്മുടെ ധനലക്ഷ്മി ടീച്ചർ. ഏതൊരു കാര്യം നമ്മൾ ഏൽപ്പിച്ചാലും ഏൽപ്പിച്ച കാര്യം നല്ല ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്തു തരുന്ന ഒരു ടീച്ചറാണ്. നമ്മുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ നിങ്ങളോട് ടീച്ചറെ വലുതാക്കി പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അനുഭവങ്ങളിലൂടെ അറിയുന്നതാണ്. നമ്മുടെ ഓരോ കുട്ടികളെയും അംഗൻവാടിയിലേക്ക് വിടുമ്പോൾ എത്ര സ്നേഹത്തോടെ, അല്ലെങ്കിൽ നമുക്ക് ഏത് സമയവും കൂടുതൽ കുട്ടികളുള്ള ഒരു അംഗൻവാടിയായിട്ട് നമ്മൾ. ഏപ്രിൽ 30 വിരമിക്കാനിരിക്കെയാണ് സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം തേടിയെത്തിയത്. പറയങ്കാട് അംഗൻവാടിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് അംഗം PS അബ്ദുൾ മുത്തലി, പഞ്ചായത്ത് അംഗങ്ങളായ PC സുമ, AA ഷിഹാബ്, VC പ്രീത, TR ശശി, PN സത്യജിത്ത്, PK അശ്വജിത്ത്, ICDS സൂപ്പർവൈസർ P നളിനി, ദിവ്യ, രാജി എന്നിവർ സംസാരിച്ചു. അംഗൻവാടി വർക്കർ ധനലക്ഷ്മി നന്ദി പറഞ്ഞു. രക്ഷിതാക്കളും പ്രദേശവാസികളും
ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചിനക്കത്തൂർ പൂര താലപ്പൊലി കമ്മിറ്റിയുടെ ദേവി കലാനിധി പുരസ്കാരം ചലച്ചിത്ര പിന്നണി ഗായകൻ ജി വേണുഗോപാലിന് സമ്മാനിക്കും. 25,000 രൂപയും പ്രശസ്തി പത്രവുമാണ് ജി വേണുഗോപാലിന് സമ്മാനിക്കുക. മലയാള ഭാഷയ്ക്ക് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, സംസ്കൃതം തുടങ്ങിയ ഭാഷകളിലും ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. 1986 പുറത്തിറങ്ങിയ 1 മുതൽ 0 വരെ എന്ന സിനിമയിലെ പൊന്നും തിങ്കൾ കലമാനെ എന്ന ഗാനത്തോടെ ആരംഭിച്ച അദ്ദേഹത്തിന്റെ മധുരാലാപനം പ്രവാഹം അനുസൃതമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. 1-ാം രാഗം പാടി, ചന്ദനമണിവാതിൽ, പാതിചാരി, ഉണരമീ ഗാനം, പള്ളിത്തേരുണ്ടോ തുടങ്ങിയ എണ്ണിയാൽ തീരാത്ത മധുരമായ അനശ്വര ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ജനങ്ങൾ ഇന്നും ആസ്വദിക്കുന്നു. ഇതെല്ലാം പരിഗണിച്ചാണ് അവാർഡ്. അത് ഇക്കൊല്ലം നമ്മൾ അതിനുവേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത് പ്രശസ്ത പിന്നണി ഗായകൻ. അദ്ദേഹം മലയാളത്തിന് പുറമെ ഹിന്ദി, തമിഴ്, കന്നഡ മുതലായ ഭാഷകളിലും സിനിമാ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ശ്രീ ജി വേണുഗോപാലിനെയാണ് നമ്മൾ അതിനുവേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ജി വേണുഗോപാലിന് ചിനക്കത്തൂർ ദേവി കലാനിധി പുരസ്കാരം. ചിനക്കത്തൂർ ദേവി വരദാ പുരസ്കാരം യു പമ്പാവാസൻ നായർക്ക് മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി ബിജു ചന്ദ്രശേഖർ സമ്മാനിക്കും. 26 വർഷക്കാലമായി GCC മേഖലയിൽ പ്രവർത്തിക്കുന്ന പല കമ്പനികളടങ്ങിയ അമാദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന വ്യവസായ ശൃംഖലയുടെ അമരക്കാരനാണ്. ഇതുവഴി നിരവധി പേർക്ക് തൊഴിൽ നൽകി വരുന്നു. തന്റെ മാതാപിതാക്കളുടെ പേരിൽ CMN ട്രസ്റ്റ് രൂപീകരിച്ച് ട്രസ്റ്റ് വഴി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. ട്രസ്റ്റിന്റെ ദശാബ്ദി വേളയിൽ പ്രഖ്യാപിച്ച 50 കുടുംബങ്ങൾക്ക് വീട് എന്ന പഞ്ചവത്സര പദ്ധതി വളരെ ജനപ്രീതി ആർജിക്കുകയും അതിന്റെ ആദ്യഘട്ടത്തിൽ 8 വീടുകൾ പണി പൂർത്തിയാക്കി താക്കോൽ ദാനം നടത്തി. ഇതെല്ലാം പരിഗണിച്ചാണ് അവാർഡ്. പിന്നെ ബഹ്റൈനിൽ വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപനാണ്. അതിലുപരി അദ്ദേഹം സഹജീവികളുടെ കഷ്ടതയിൽ വളരെയധികം അദ്ദേഹം അതിൽ ഇടപെടുന്ന ഒരാളാണ്. നമുക്കറിയാം, അദ്ദേഹം 50-ൽ പരം ആളുകൾക്ക് വീട് സ്വന്തം ചെലവിൽ വീട് വെച്ച് നൽകുന്നുണ്ട്. അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 10ഓളം വീടുകൾ കൊടുത്തു കഴിഞ്ഞു. ചിനക്കത്തൂർ പൂരത്തോടനുബന്ധിച്ചുള്ള പൂരത്താലപ്പൊലി എഴുന്നള്ളത്ത് 10-ന് നടക്കും. വൈകിട്ട് 5-ന് നീലിക്കാവിൽ തിരുവല്ല രാധാകൃഷ്ണന്റെ പ്രമാണത്താൽ 100-ൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന അതിഗംഭീര പാണ്ഡിമേളത്തോടെ ആരംഭിക്കും. തുടർന്ന് 5 ഗജവീരന്മാർ അണിനിരക്കുന്ന എഴുന്നള്ളത്ത് ചിനക്കത്തൂർ കാവിലേക്ക് പുറപ്പെടും. കാവിൽ അതിഗംഭീരമായ പാണ്ഡിമേളം നടക്കും. ചിനക്കത്തൂർ പൂരത്താലപ്പൊലി കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് ടി കാളിദാസ്, പ്രസിഡന്റ് KPM കൃഷ്ണൻകുട്ടി, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ K രാഗേഷ്, P അപ്പാരു, M സുഭാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ട്രാക്കിൽ റെയിലിന്റെ കഷ്ണം കണ്ടെത്തിയ സംഭവത്തിൽ പ്രതി റെയിൽവേ പോലീസിന്റെ പിടിയിൽ. പിടിയിലായത് തമിഴ്നാട് തിരുവണ്ണാമല സ്വദേശി 41 വയസ്സുള്ള ഹാരി. ട്രാക്കിൽ റെയിൽ കഷ്ണം വെച്ചത് ട്രെയിൻ പോകുമ്പോൾ 2 കഷ്ണമായാൽ എളുപ്പത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയെന്ന് പ്രതിയുടെ മൊഴി. ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയർഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിലുള്ള അനിശ്ചിതകാല സമരം തുടരുന്നു. സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് 2007 മുതലുള്ള ശമ്പള കുടിശ്ശിക അനുവദിക്കുക, UGCയുടെ 6ാം ശമ്പള പരിഷ്കരണം അപാകതകൾ ഉടൻ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച്. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നവരെ സമരം തുടരുമെന്നും നേതാക്കൾ. ലഹരിക്കെതിരെ പോരാട്ടം നടത്തുമെന്ന് പറയുന്ന സർക്കാർ എലപ്പുള്ളിയിൽ ബ്രൂവറി തുടങ്ങാൻ തീരുമാനിച്ചതിന് പിന്നിൽ ഇരട്ടത്താപ്പെന്ന് അസംബ്ലി ഓഫ് ക്രിസ്ത്യൻ ട്രസ്റ്റ് സർവീസ് ജനറൽ സെക്രട്ടറി ജോർജ് സെബാസ്റ്റ്യൻ. പുതിയ ഡിസ്റ്റിലറികൾ വേണ്ടെന്ന EK നായനാർ, VS അച്യുതാനന്ദൻ എന്നിവർ എടുത്ത തീരുമാനത്തിൽ വിരുദ്ധമായി എടുത്ത തീരുമാനം നിഗൂഢമെന്നും സെബാസ്റ്റ്യൻ. മദ്യക്കമ്പനിക്കെതിരായി ബഹുജന സമരം സംഘടിപ്പിക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ ജോർജ് സെബാസ്റ്റ്യൻ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.